ഞാൻ ഡോക്ടർ ബാലചന്ദ്രൻ, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഒബ്സ്റ്ററ്റിക്സ് ഗൈനക്കോളജി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഗർഭനഷ്ടം ഏത് സമയത്താണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ നഷ്ടപ്പെടുന്ന ഗർഭം മിക്കവാറും ക്രോമസോമുകളുടെ തകരാറുകൾ കൊണ്ടാകാം. അതുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ക്രോമസോമുകൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ പരിശോധിച്ച് അവയ്ക്ക് തകരാറില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത്തരം സ്ത്രീകളെ ഗർഭത്തിനായി അല്ലെങ്കിൽ ഗർഭിണിയാകുവാൻ വേണ്ടി അനുവദിക്കേണ്ടത്. എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷം ക്രോമസോമുകളുടെ പഠനം നടത്തിയില്ലെങ്കിൽ ഇതേ ഗർഭനഷ്ടം അടുത്ത പ്രാവശ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും പരിശോധന, അവരുടെ ക്രോമസോമിൻ്റെ സാധ്യതകൾ അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഹോർമോണുകളും പഠിച്ച് കുഞ്ഞിൻ്റെ വളർച്ച ഘട്ടങ്ങളായി മനസ്സിലാക്കി വേണ്ട ഹോർമോണിൻ്റെ അളവുകൾ കൃത്യമായി നൽകിയാൽ ഏതാണ്ട് 95% ആളുകളിലും മറ്റ് കാരണങ്ങളില്ല എന്നുറപ്പാക്കിയാൽ ഗർഭം സാധാരണ രീതിയിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പുകൾ, കൈകാലുകളുടെ വളർച്ച, ബ്രെയിനിൻ്റെ വളർച്ച, മറ്റ് ശരീരഭാഗങ്ങളുടെ വളർച്ച, എല്ലുകളുടെ വളർച്ച, ഇതുമെല്ലാമായിട്ട് ഡോക്ടേഴ്സ് പലപ്പോഴും താരതമ്യപ്പെടുത്തി ആ സമയത്ത് കുഞ്ഞിന് വേണ്ട വളർച്ച ഈ കുഞ്ഞിനുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പാക്കും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഗർഭനഷ്ടം ഉദാഹരണമായി 14 ആഴ്ചയിലാണെങ്കിൽ, 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഗർഭം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗർഭാശയത്തിൻ്റെ കണ്ഠഭാഗത്തിന് ഗർഭസ്ഥശിശുവിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കണം. അത് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നാണ്, കഴിവില്ലാതിരിക്കുന്ന അവസ്ഥ. ഈ ഒരു മുട്ടുസൂചിയുടെ വളർച്ചയുള്ള പൊടിക്കുഞ്ഞ് ഭ്രൂണം വളർന്ന് 3.25-4 കിലോ വലിപ്പമുള്ള കുഞ്ഞായി തീരുമ്പോൾ ഗർഭാശയം അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ മാംസപേശികളിലൊക്കെ ഉണ്ടായി ഈ വളരുന്ന ജീവനുള്ള തുടിക്കുന്ന കുഞ്ഞിനെ ഉൾക്കൊണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ ഗർഭാശയത്തിന് വ്യക്തമായ ടോൺ അല്ലെങ്കിൽ മാംസപേശികൾക്ക് ടോൺ ഉണ്ടാകണം. ഈ ടോൺ ഗർഭാശയത്തെ കണ്ഠത്തിനും ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോഴാണ് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് അല്ലെങ്കിൽ ഗർഭാശയ കണ്ഠത്തിൻ്റെ ബലഹീനത ഗർഭനഷ്ടത്തിന് കാരണമാകുന്നു. ഇത് കണ്ടെത്തിയാൽ പ്രത്യേക തരത്തിലൊരു ശസ്ത്രക്രിയ, വളരെ ചെറിയ ശസ്ത്രക്രിയയാണ്, അല്ലെങ്കിൽ എൻസർക്ലേജ് എന്ന് പറയുന്ന ശസ്ത്രക്രിയ കൊണ്ട് ശാസ്ത്രീയമായി ഈ ഗർഭാശയ കണ്ഠത്തിന് ശക്തി പകരാൻ കഴിയും. 38 ആഴ്ചയാകുമ്പോൾ ഈ ഇടുന്ന സ്യൂച്ചർ കട്ട് ചെയ്ത് കളഞ്ഞാൽ സാധാരണ രീതിയിലുള്ള പ്രസവം നടക്കുകയും ചെയ്യും. പിന്നെ പലപ്പോഴും ഇന്ന് വളരെ താമസിച്ചിട്ടുള്ള ഗർഭനഷ്ടങ്ങൾ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത് പരിപൂർണ വളർച്ചയിൽ എത്തിയ കുഞ്ഞെന്ന് പറയുന്നത് 37 ആഴ്ച കഴിഞ്ഞ് ഒരു കുഞ്ഞ് പുറത്ത് വളരാൻ തികച്ചും ശക്തമായ ഒരു കുഞ്ഞാണ്. പക്ഷേ എന്നാലും പ്രകൃതി അതിന് 38, 39, 40 ആഴ്ച വരെ ഗർഭാശയത്തിനുള്ളിൽ തുടരാൻ അനുവദിക്കുന്നത് പൂർണ്ണ വളർച്ചയ്ക്ക് അപ്പുറം കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടല്ല. പലപ്പോഴും ഇത് കുഞ്ഞിൻ്റെ പലതരത്തിലുള്ള ഗുണങ്ങൾ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ സാധാരണ രീതി മനസ്സിലാക്കാനൊരു സമയം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 30 ആഴ്ചയ്ക്ക് ശേഷം ഈ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്താൽ അതിന് പുറത്ത് വളരാൻ യാതൊരു തകരാറുമില്ല. പ്രത്യേകിച്ച് ജന്മവൈകല്യങ്ങളില്ലെങ്കിൽ, ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ശരീര ആന്തരിക ഭാഗങ്ങളിൽ കുഴപ്പമുണ്ടെങ്കിൽ, രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടെങ്കിൽ, ജന്മനായുള്ള ഹൃദയത്തിൻ്റെ ബലഹീനതയുണ്ടെങ്കിൽ, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത്തരം രോഗികളെ ചികിത്സിക്കാൻ. പലപ്പോഴും ഗർഭാശയത്തിനുള്ളിൽ വെച്ച് ചെയ്യുന്ന ചില ഓപ്പറേഷനുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. ഗുരുതരമായ ജന്മവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ വിധേയമാക്കുന്ന രീതി
നമ്മുടെ നാട്ടിൽ അത്ര പ്രാവർത്തികമായിട്ടില്ല. എന്നാൽ ചില ചില്ലറ രോഗങ്ങൾ, ഹൃദയത്തിനുള്ളിൽ രക്തചംക്രമണത്തെ ബാധിക്കുന്ന പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് PDA എന്ന് പറയുന്ന രോഗമുണ്ട്. വളരെ എളുപ്പം ഗർഭാശയത്തിനുള്ളിൽ വെച്ച് അത് കെട്ടിട്ട് കറക്റ്റ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ പലപ്പോഴും ഗർഭാശയത്തിനുള്ളിൽ രക്തഓട്ടത്തിന് തടസ്സമുണ്ടാകുന്ന ഗർഭാശയ മുഴകളുണ്ടെങ്കിൽ അവയെ ഗർഭിണിയാകുന്നതിന് മുമ്പ് മാറ്റം ചെയ്തതിന് ശേഷം വേണം ഗർഭിണിയാകാൻ അനുവദിക്കുക. ഗർഭാശയ മുഴകൾ, ഗർഭാശയത്തിലെ മറ്റ് രോഗങ്ങൾ, എൻഡോമെട്രൈറ്റിസ് അല്ലെങ്കിൽ ഗർഭാശയത്തെ ബാധിക്കുന്ന അണുബാധകൾ, അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗർഭിണിയെ ഈ ഗർഭകാലത്തിലേക്ക് പോകുവാൻ അനുവദിക്കാവൂ. പലപ്പോഴും ഗർഭിണികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ വളരെ കൃത്യമായി ചികിത്സിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇത്തരം ഗർഭനഷ്ടമുള്ള സ്ത്രീകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഇത്തരം ഗർഭങ്ങളിൽ വീണ്ടും ഗർഭനാശത്തിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കലാശിക്കുക. അത്തരം രോഗികളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്യമായ ചികിത്സ നൽകിയാൽ പലപ്പോഴും ഗർഭനഷ്ടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയും. പിന്നീട് ഉള്ള ഒരു പ്രധാന കാര്യം, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നാൽ ചില അപൂർവമായിട്ടുള്ള കുഞ്ഞുങ്ങളിൽ വലിയ ആളുകൾക്കുണ്ടാകുന്നത് പോലെ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാകാം. അത് മനസ്സിലാക്കാനും കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്യാനും കഴിയും. കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രകൃതിയുടെ തത്വമാണ് അങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരു കുഞ്ഞിനെ തുടർന്ന് കൊണ്ടുപോകാൻ അമ്മയെ അനുവദിക്കാതിരിക്കുക. അതാണ് പ്രധാനമായിട്ടും അബോർഷനുള്ള കാരണം. അതും ഇല്ല എന്ന് ഉറപ്പ് വരുത്താം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജന്മവൈകല്യമുള്ള ഗർഭാശയങ്ങൾ, അമ്മയ്ക്ക് തന്നെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ യൂട്രസിന് ജന്മവൈകല്യം ഉണ്ടാകാം. യൂട്രസിനെ രണ്ടായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും, സെപ്റ്റേറ്റ് യൂട്രസ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഗർഭിണിയാകാം. പക്ഷേ ഈ ഭ്രൂണം വളരുന്നത് ഈ സെപ്റ്റം, ഈ ഗർഭാശയത്തിനെ രണ്ടായിട്ട് തിരിക്കുന്ന സെപ്റ്റത്തിലാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ വളർച്ച തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ സെപ്റ്റം എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ സ്ത്രീയെ ഗർഭിണിയാകാൻ അനുവദിക്കാവൂ. പക്ഷേ അവരോട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. പഴയതുപോലെ ഇപ്പോൾ വയറ് തുറന്ന് ചെയ്യേണ്ട കാര്യമല്ല. ലാപ്രോസ്കോപ്പിയിലൂടെ ഈ സെപ്റ്റത്തിനെ നീക്കം ചെയ്യാൻ കഴിയും. എന്നാൽ നേരത്തെ പറഞ്ഞ എൻസർക്ലാജ് എന്ന് പറയുന്ന ചെറിയ ശസ്ത്രക്രിയ അത് പുറത്തോട് താഴെക്കൂടെ ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഗർഭാശയത്തിൻ്റെ ശക്തി പകരാനും ഈ ഗർഭനഷ്ടങ്ങളെ ഒഴിവാക്കുവാനും സഹായിക്കും. പലപ്പോഴും ഇത്തരം സഹായങ്ങൾ നീട്ടിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ഈ ഗർഭിണിക്ക് തീർച്ചയായും മനസ്സിൻ്റെ ശക്തി പകരും. അവർ തൻ്റെ കുട്ടിക്ക് തകരാറില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കണം. കൂടെയുള്ള ഭർത്താവിന് മനസ്സിലാക്കിക്കണം, അച്ഛനമ്മമാരോടും പറഞ്ഞു കൊടുക്കണം. കുടുംബത്തിൻ്റെ സഹായം എപ്പോഴും ഒരു ഗർഭിണിക്കുണ്ടാകണം. ഭർത്താവിൻ്റെ സഹായം ഉണ്ടായിരിക്കണം, ഡോക്ടറുടെ സ്നേഹം ഉണ്ടായിരിക്കണം, ഡോക്ടർ കൃതകൃത്യനായിരിക്കണം. ഇതൊക്കെ ഒന്നിച്ചു പോയാൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗർഭനഷ്ടങ്ങൾ ഒഴിവാക്കാനും കഴിയും. അവർക്ക് സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു നല്ല ലോകം തുറന്നു കൊടുക്കാനും ഡോക്ടർക്ക് കഴിയും. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.